അനധികൃത കുടിയേറ്റക്കാരാണെന്ന് ആരോപിച്ച് 104 ഇന്ത്യക്കാരെ ട്രംപ് സർക്കാർ വിലങ്ങണിയിച്ച് നാട് കടത്തിയതിനെ ന്യായീകരിക്കുകയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. വിലങ്ങ് വെച്ച് നാട് കടത്തിയത് അമേരിക്കയുടെ നയമാണ് എന്നും സ്ത്രീകളെയും കുട്ടികളെയും വിലങ്ങണിയിച്ചില്ല എന്നുമാണ് ജയശങ്കറിന്റെ ഒരു പ്രത്യേക തരം വാദം. നാട് കടത്തൽ പുതിയ കാര്യമല്ല. ഇതിനു മുമ്പും അമേരിക്ക ഇന്ത്യക്കാരെ നാട് കടത്തിയിട്ടുണ്ട് എന്ന് ജയശങ്കർ പറയുന്നുണ്ട്. എന്നാൽ ഇതിനെ പ്രതിപക്ഷം ശക്തമായി തന്നെയാണ് എതിർക്കുന്നത്. വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം തൃപ്തികരമല്ല എന്നും ഭീകരവാദികളോട് പെരുമാറുന്നത് പോലെയാണ് കുടിയിറക്കപ്പെട്ട ഇന്ത്യക്കാരോട് പെരുമാറിയതെന്നും രൺദീപ് സുർജേവാല പറയുന്നുണ്ട്. അമേരിക്കയിൽ എത്ര ഇന്ത്യക്കാരുണ്ട് എന്ന് കേന്ദ്രം വ്യക്തമാക്കണം. കൊളംബിയയെ പോലെ ഇന്ത്യ എന്തുകൊണ്ട് പ്രതിരോധിച്ചില്ല എന്നും പ്രതിപക്ഷം ചോദിക്കുകയാണ്. ഇന്ത്യയിലെത്തിയ അവരെ ഇന്ത്യൻ ഗവൺമെന്റും അപമാനിക്കുകയായിരുന്നു എന്നും ഹരിയാന സർക്കാർ ജയിൽ വാഹനത്തിലാണ് അവരെ കൊണ്ടുപോയതെന്നും പ്രതിപക്ഷം ആഞ്ഞടിക്കുകയാണ്. അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ നാട് കടത്തിയത് ഇത് ആദ്യമായിട്ടല്ല എന്നാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറയുന്നത്. നാട് കടത്തുന്ന പ്രക്രിയ അമേരിക്കയിൽ ആദ്യമായല്ല എന്ന് വർഷങ്ങളായി തുടർന്നു വരുന്ന ഒരു പ്രക്രിയയാണെന്നും വിദേശകാര്യമന്ത്രി രാജ്യസഭയെ അറിയിക്കുകയായിരുന്നു. 2009 മുതൽ ആളുകളെ തിരിച്ചയക്കുന്നുണ്ട് എന്നും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അംഗീകരിക്കാനാവില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. സ്ത്രീകളെയും കുട്ടികളെയും ഒഴികെയുള്ളവരാണ് വിലങ്ങിട്ടത് എന്നും നേരത്തെ കൊണ്ടുവന്നപ്പോഴും ഇത് തന്നെയായിരുന്നു രീതിയെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം വിദേശകാര്യമന്ത്രിയുടെ വിശദീകരണത്തിന് വ്യക്തതയില്ല എന്നും തൃപ്തികരമല്ല എന്നും പ്രതിപക്ഷം പ്രതികരിക്കുകയായിരുന്നു. ട്രംപിന്റെ കുടിയേറ്റ നയത്തിനെതിരെ ലോകമെമ്പാടും പ്രതിഷേധം ഉയരുമ്പോഴും ഇന്ത്യൻ സർക്കാർ ട്രംപ് അനുകൂല നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. ഇന്ത്യൻ പൗരന്മാരോടുള്ള അമേരിക്കയുടെ മനുഷ്യത്വരഹിതമായ പെരുമാറ്റത്തെ എതിർക്കാത്തതിലൂടെ അമേരിക്കയുടെ നടപടികൾക്ക് വഴങ്ങിക്കൊടുക്കുന്ന മോദി സർക്കാരിന്റെ ഭീരുത്വമാണ് പ്രകടമാകുന്നതെന്ന് CPIM വ്യക്തമാക്കിയ കാര്യം തന്നെയാണ്. കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരോട് ട്രംപ് ഭരണകൂടം എടുത്ത സമീപനം പരിതാപകരമാണെന്നാണ് CPIM പറയുന്നത്. US സൈനിക വിമാനത്തിൽ കൈകൾ ബന്ധിച്ചാണ് 104 ഇന്ത്യക്കാരെ നാട് കടത്തിയത്. US അധികാരികളുടെ ഈ നടപടി വളരെ പരിതാപകരവും അസ്വീകാര്യവുമാണ് എന്ന് CPIM പോളിറ്റ് ബ്യൂറോ പ്രസ്താവനയിൽ എടുത്തു പറയുന്നുണ്ട്. തങ്ങളുടെ പൗരന്മാരോടുള്ള ഇത്തരം പെരുമാറ്റത്തെ എതിർക്കാത്തതിലൂടെ അമേരിക്കയുടെ നടപടികൾക്ക് വഴങ്ങിക്കൊടുക്കുന്ന മോദി സർക്കാരിന്റെ ഭീരുത്വമാണ് പ്രകടമാകുന്നത്. അമേരിക്കയിൽ നിന്ന് കൂടുതൽ ഇന്ത്യക്കാരെ നാട് കടത്താൻ സാധ്യതയുള്ളതിനാൽ അവർക്ക് മാനുഷികവും മാന്യവുമായ രീതിയിലുള്ള പരിഗണന ലഭിക്കുന്നുണ്ട് എന്ന് സർക്കാർ ഉറപ്പുവരുത്തണമെന്നും CPIM പ്രസ്താവനയിൽ പറയുന്നുണ്ട്. പാർലമെന്റിലും വൻ പ്രതിഷേധം തന്നെയാണ്. സഭ ചേർന്നപ്പോൾ തന്നെ പ്രതിപക്ഷം വിഷയം ഉന്നയിക്കുകയായിരുന്നു. സഭ ബഹളമായതോടെ ഉച്ചവരെ ലോക്സഭാ നടപടികൾ സ്പീക്കർ ഓം ബിർള നിർത്തിവെക്കേണ്ട അവസ്ഥയായിരുന്നു.